എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുട്ട ഫ്രൈഡ് റൈസ് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ബസുമതി റൈസാണ് വേവിച്ചെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ കുറച്ച് വെള്ളവും ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെള്ളം ഊറ്റിക്കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു 3-4 മണിക്കൂർ മുന്നേ തന്നെ ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലാണ് നമുക്ക് കറക്റ്റ് ആ പാകത്തിന് ആ ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചോറ് റെഡിയായ ഉടനെ തന്നെ ഫ്രൈഡ് റൈസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ അങ്ങോട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോറ് തലേ ദിവസം തന്നെ റെഡിയാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ട് നമുക്ക് എപ്പോഴാണോ ഫ്രൈഡ് റൈസ് ആക്കേണ്ടത് ആ സമയത്ത് എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ചോറ് റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ട ഫ്രൈഡ് റൈസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റവ് ഓണാക്കി ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ക്യാരറ്റ് ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10-15 ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു ക്യാപ്സിക്കം ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികൾ ചേർക്കുമ്പോൾ എല്ലാവരും കനം കുറച്ച് അരിഞ്ഞത് ചേർക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് കിട്ടും. പിന്നെ ഇതിലേക്ക് ഒരു 2 നല്ല എരിവുള്ള പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാബേജോ കോളിഫ്ലവറോ സ്പ്രിംഗ് ഓനിയനൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഇത്രേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ചോറ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികൾ വല്ലാതെ അങ്ങോട്ട് കുക്കായി പോകേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പച്ചക്കറികൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഞാൻ പക്ഷേ 1 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 4 കോഴിമുട്ട കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ അളവ് നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആ സോയാ സോസും കുരുമുളകിൻ്റെ ആ പൊടിയും നമ്മുടെ മുട്ടയുടെ എല്ലാനും എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്കൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്നിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് അവിടെ നന്നായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചില റെസ്റ്റോറൻറ്റിലൊക്കെ ചേർക്കാറുണ്ട്. ഞാൻ പക്ഷേ എനിക്കെന്തോ അതിൻ്റെ സ്മെല്ല് അത്ര പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുട്ട ഫ്രൈഡ് റൈസ്. അപ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. പിന്നെ ഇത് നല്ല ചൂടോടുകൂടി കഴിക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ ഞാൻ ഇതിന് മുന്നേ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട്, എഗ് ചില്ലി എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇതിനകത്ത് മുട്ടയൊക്കെ ചേർത്തതുകൊണ്ട് വെറുതെ കഴിക്കാനും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്